بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين أما بعد قول الله تعالى حتى إذا فزع عن قلوبهم قالوا ماذا قال ربكم قالوا الحق وهو العلي الكبير ആയത്തുമായി ബന്ധപ്പെട്ട ചില ഫായിദകൾ നമ്മൾ പറഞ്ഞിരുന്നു. 6 ഫവായിദകൾ നമ്മൾ പറഞ്ഞു. ഒരു ഫായിദ പറയും, അന്നൽ മലായിക യഖാഫൂന അല്ലാഹ്, മലക്കുകൾ അല്ലാഹു തആലയെ ഭയപ്പെടുന്നവരാണ്. യഖാഫൂന റബ്ബഹും മിൻ ഫൗഖിഹിം. അതേപോലെ ഇസ്ബാത്തുൽ ഖുലൂബ് ലിൽ മലായിക, മലക്കുകൾക്ക് ഹൃദയങ്ങളുണ്ട് എന്നതിനെ ഈ ആയത്ത് കൊണ്ട് സ്ഥിരപ്പെടുത്തുന്നു. ഹത്താ ഇദാ ഫുസിഅ അൻ ഖുലൂബിഹിം. മൂന്നാമത്തേത് എന്താണ്? അന്ന ലഹും അജ്സാം വലൈസു അർവാഹൻ മുജറദ മിനൽ ജിസ്മിയ്യ. അവർക്ക് ശരീരങ്ങളുണ്ട്, റൂഹുകൾ മാത്രമല്ല. ജാഇലിൽ മലായികത്തി റുസുലൻ ഉലി അജ്നിഹത്തിൻ മസ്ന വസുലാസ വറുബഅ. നാലാമത്തേത് അഖൂൽ, മലക്കുകൾക്ക് ബുദ്ധിയുണ്ട്. എന്താണ് തെളിവ്? ഹത്താ ഇദാ ഫുസിഅ അൻ ഖുലൂബിഹിം. അപ്പൊ അഖലിന്റെ സ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? മലക്കുകളെ സംബന്ധിച്ച് അഖൽ എന്ന് പറയുന്നത് എന്റെ അവയവം അല്ലെങ്കിൽ അതിന്റെ സ്ഥാനം ഹൃദയത്തിലാണ്. മനുഷ്യരാണെങ്കിലോ എവിടെയാണ് അഖലിന്റെ സ്ഥാനം? ഹൃദയത്തിലാണ്. എന്താണ് തെളിവ്? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. ഇപ്പൊ മനുഷ്യരെ സംബന്ധിച്ചാണെങ്കിലും ജിന്നുകളെ സംബന്ധിച്ചാണെങ്കിലും അവരുടെ ബുദ്ധിയുടെ അവയവം, ബുദ്ധിയുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലാണ്. ഖാല അല്ലാഹു അസ്സ വജൽ അഫലം യസീറു ഫിൽ അർദ് ഔ വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. ജിന്നുകളെയും ഇൻസുകളെയും, ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ധാരാളം പേര് നാം നരകത്തിനു വേണ്ടി സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. അവർക്ക് ഹൃദയങ്ങളുണ്ട്, പക്ഷേ ആ ഹൃദയങ്ങളെ കൊണ്ട് അവരെന്ത് ചെയ്യുന്നില്ല? കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല, ഗ്രഹിക്കുന്നില്ല. അതേപോലെ തന്നെ മറ്റൊരായത്തിൽ അല്ലാഹു തആല പറഞ്ഞത്, അഫലം യസീറു ഫിൽ അർദ് ഫതകൂനു ലഹും ഖുലൂബുൻ യഖിലൂന ബിഹാ. അവർ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നില്ലേ എങ്കിൽ ചിന്തിച്ച് മനസ്സിലാക്കാൻ ഉതകുന്ന ഹൃദയങ്ങളോ ഔ ആദാനുൻ യസ്മഊന ബിഹാ ഫൈനഹാ ലാ തഅമൽ അബ്സാർ വലാകിൻ തഅമൽ ഖുലൂബുൽ ലത്തി ഫിസ് സുദൂർ. അപ്പോൾ ആയത്തിലൊക്കെ വ്യക്തമാണ് ജിന്നുകളുടെയും ഇൻസുകളുടെയും ബുദ്ധിയുടെ സ്ഥാനം എന്ന് പറയുന്നത് ഹൃദയത്തിലാണ്. ലഹും ഖുലൂബുൻ യഖിലൂന ബിഹാ. തയ്യിബ്. അഞ്ചാമത്തത് ഇസ്ബാത്തുൽ ഖൗൽ ലില്ലാഹ്. അല്ലാഹുവിന് അൽ ഖൗൽ എന്നുള്ള സിഫത്തിനെ അല്ലാഹുവിന് സ്ഥിരപ്പെടുത്തുന്നു. അപ്പോൾ അല്ലാഹുവിന്റെ ഏത് തരത്തിലുള്ള സിഫത്താണത്? സിഫ ഫിഅലിയ്യ. സിഫ ഫിഅലിയ്യ. അല്ലാഹു തആല ഉദ്ദേശിക്കുമ്പോൾ ആ സിഫത്ത് കൊണ്ട് അവൻ സംസാരിക്കും. ഇസ്ബാത്തുൽ ഖൗൽ ലില്ലാഹ്. ആറാമത്തത് എന്താണ്? അന്ന ഖൗലല്ലാഹ് ഹഖ്ഖുൻ. അല്ലാഹു തആലയുടെ ഖൗൽ എന്താണ്? ഹഖാണ്. വല്ലാഹു യഖൂലുൽ ഹഖ്ഖ വഹുവ യഹ്ദിസ് സബീൽ ലാ യഅതീഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി. طيب قال رحمه الله وفي الصحيح أي في صحيح البخاري عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال إذا قضى الله الأمر في السماء ضربت الملائكة بأجنحتها خضعانا لقوله. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹ് ഉദ്ധരിച്ച ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖദല്ലാഹുൽ അംറ ഫിസ് സമാ. ആകാശത്ത് വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം തീരുമാനിച്ചാൽ ضربت الملائكة بأجنحتها خضعانا لقوله. മലക്കുകൾ അവരുടെ ചിറക് കൊണ്ടടിക്കും.
മലക്കുകൾ അവരുടെ ചിറക് കൊണ്ട് അടിക്കുന്നതാണ്. ഖദ്ആനൻ ലിഖൗലി, അള്ളാഹുവിന്റെ ആ കൽപ്പന അല്ലെങ്കിൽ ആ സംസാരത്തിനോട് വിനയം കാണിച്ച് അതിൽ കീഴൊതുങ്ങിക്കൊണ്ട് മലക്കുകൾ അവരുടെ ചിറകുകൾ അടിക്കും. കഅന്നഹു സിൽസിലത്തുൻ അലാ സഫ്വാൻ യൻഫുദുഹും ദാലിക്. അവർ ചിറക് കൊണ്ടടിക്കുന്നത് ഏതുപോലെയാണ്? മിനുസമുള്ള പാറയിൽ ചങ്ങല കൊണ്ട് അടിക്കുന്നത് പോലെയാണ് ശബ്ദം. കഅന്നഹു സിൽസിലത്തുൻ അലാ സഫ്വാൻ യൻഫുദുഹും ദാലിക് ഹത്താ ഇദാ ഫുസ്സിഅ അൻ ഖുലൂബിഹിം. അങ്ങനെ അവരുടെ ഹൃദയത്തിൽ നിന്ന് ആ ഭയം നീങ്ങിക്കഴിയുന്നത് വരെ അവർ ചിറക് കൊണ്ടടിക്കും. ഖാലൂ മാദാ ഖാല റബ്ബുക്കും. മലക്കുകൾ പരസ്പരം ചോദിക്കും, നിങ്ങളുടെ റബ്ബ് എന്താണ് പറഞ്ഞത്? ഖാലുൽ ഹഖ് വഹുവ അലിയുൽ കബീർ. അവർ പറയും, നമ്മുടെ റബ്ബ് പറഞ്ഞിട്ടുള്ളത് ഹഖാണ്, അവൻ അലിയാണ്, കബീറാണ്. അൽ അലി അൽ കബീർ. ഫയസ്മഉഹാ മുസ്തരിഖുസ് സം. അങ്ങനെ മലക്കുകൾ പരസ്പരം സംസാരിക്കുന്നത് ചില ശൈത്താനുകൾ കട്ടുകേൾക്കും. വമുസ്തരിഖുസ് സം ഹാകദാ ബഅദുഹു ഫൗക ബഅദ് വസഫഹു സുഫിയാൻ ബികഫിഹി ഫഹറഫഹാ വബദ്ദദ ബൈന അസാബിഇഹി. ഈ ഹദീസിന്റെ സനദിലുള്ള സുഫിയാൻ അതെങ്ങനെയാണ് ശൈത്താൻ ഒരു ശൈത്താനിൽ നിന്ന് മറ്റൊരു ശൈത്താൻ കേൾക്കും, ആ ശൈത്താനിൽ മറ്റേ ശൈത്താനിലേക്ക് അത് കൈമാറും. അങ്ങനെ കൈമാറി കൈമാറി വരുന്നത് എങ്ങനെയാണ് എന്ന് വിരലുകൾ കൊണ്ട് അദ്ദേഹം കാണിച്ചു കൊടുത്തു. ഫയസ്മഉൽ കലിമ ഫയുൽഖീഹാ ഇലാ മൻ തഹ്തഹ ثم يلقيها الآخر إلى من تحته. അങ്ങനെ മുകളിലുള്ളവൻ താഴെയുള്ളവന് കൊടുക്കും, അവന് അവന്റെ താഴെയുള്ളവന് കൈമാറും. അങ്ങനെ ശൈത്താനുകൾ കൈമാറി കൈമാറി ഹത്താ യുൽഖീഹാ അൻ ലിസാനി സാഹിർ അവൽ കാഹിൻ. അങ്ങനെ സാഹിറിന്റെ അടുത്തേക്ക് അത് കൈമാറും, അല്ലെങ്കിൽ കാഹിനിന്റെ അടുത്തേക്ക് ആ വിവരം കൈമാറും. സാഹിർ അല്ലെങ്കിൽ കാഹിൻ ഭാവി പ്രവചിക്കുന്ന വ്യക്തിയുടെ അടുത്ത്. ഫറുബമാ അദ്റകഹു ശിഹാബ് ഖബ്ല അൻ യുൽഖീഹാ. അങ്ങനെ ഈ വിവരം കൈമാറുന്നതിന് മുമ്പായിക്കൊണ്ട് ചിലപ്പോ ആ ശൈത്താൻ ശിഹാബ് കൊണ്ട്, നക്ഷത്രം കൊണ്ട് എറിയപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല ശൈത്താൻ ഈ നക്ഷത്രം കൊണ്ട് എറിയപ്പെടും. അങ്ങനെ ആ ശൈത്താൻ എന്താണ്, കൊല്ലപ്പെടും. വറുബമാ അൽഖാഹാ ഖബ്ല അൻ യുദ്രികഹു. അപ്പൊ ആ ഏറ് കൊള്ളുന്നതിന് മുമ്പായിക്കൊണ്ട് ചിലപ്പോ ആ വിവരം സാഹിറിന്റെ അടുത്തേക്ക് കൈമാറിയിട്ടുണ്ടാകാം. ഫയക്ദിബു മഅഹാ മിഅത കദിബ. അങ്ങനെ ആ ഒരു ഹക്കായിട്ടുള്ള കാര്യത്തിന് കൂടെ 100 കളവുകൾ ഈ സാഹിർ കൂട്ടിച്ചേർക്കും, അല്ലെങ്കിൽ ഭാവി പ്രവചിക്കുന്നതിനും അതുകൂടി കൂട്ടിച്ചേർക്കും. ഫയുഖാൽ. അപ്പൊ ഈ കാര്യം എന്ത് ചെയ്യും, തന്റെ അടുത്ത് വരുന്ന ആളോട് സാഹിർ പറയും, അല്ലെങ്കിൽ ഈ പറയുന്ന ഭാവി പ്രവചിക്കുന്നവന് പറയും. അപ്പൊ ഇങ്ങനെ പറയപ്പെടും ജനങ്ങൾക്കിടയിൽ, അലൈസ ഖദ് ഖാല ലനാ യൗം കദാ വകദാ കദാ വകദാ ഫയുസദ്ദഖു ബിതിൽകൽ കലിമ അല്ലതി സുമിഅത് മിനസ് സമാ. അപ്പൊ ഇന്ന വ്യക്തി അല്ലെങ്കിൽ ആ സാഹിർ പറഞ്ഞ കാര്യം, ഇന്ന കാര്യം ഇന്ന ദിവസം സംഭവിക്കുമെന്ന് പറഞ്ഞത് സംഭവിച്ചില്ലേ, അല്ലെങ്കിൽ ഇന്ന കാര്യം സത്യമാണെന്ന് ആ സാഹിർ അല്ലെങ്കിൽ ഭാവി പ്രവചിക്കുന്ന ആള് പറഞ്ഞ ഈ കാര്യം അത് സത്യമായി പുലർന്നില്ലേ എന്ന് ആളുകൾ പറയും. അങ്ങനെ ആ ഒരു ഹക്കായിട്ടുള്ള ഒരു കെലിമ കൊണ്ട്, അതായത് ആകാശത്തിൽ നിന്ന് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വന്ന് പിന്നെ മലക്കുകൾ കൈമാറുന്നതിൽ കട്ടുകേട്ട് ശൈത്താനുകൾ സാഹിറിലേക്ക് എത്തിച്ച ആ ഒരു ഹക്കായിട്ടുള്ള കെലിമ കൊണ്ട് ആ വ്യക്തി അല്ലെങ്കിൽ സാഹിർ എന്ത് ചെയ്യും, ജനങ്ങൾക്കിടയിൽ വിശ്വസിക്കപ്പെടും. അപ്പൊ അതിന്റെ കൂടെ 100 കളവുകൾ കൂട്ടിച്ചേർത്താണ് പറയപ്പെടുന്നതെങ്കിലും, ആ സാഹിർ സംസാരിക്കുന്നെങ്കിലും ആ കളവുകൾ എന്ത് ചെയ്യുന്നല്ല ആളുകൾ ശ്രദ്ധിക്കുന്നതല്ല, നേരെ മറിച്ച് ഹക്കായിട്ടുള്ള ഒരു കാര്യം മാത്രം അവർ ശ്രദ്ധിക്കുകയുള്ളൂ. طيب فإذا قضى الله الأمر في السماء ضربت الملائكة بأجنحتها. അല്ലാഹു തആല ആകാശത്ത് ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ, ആ കാര്യം സംസാരിച്ചു കഴിഞ്ഞാൽ മലക്കുകൾ വിനയം കൊണ്ട്, അള്ളാഹുവിനോടുള്ള വിനയം കൊണ്ട് കീഴൊതുങ്ങിക്കൊണ്ട് അവരുടെ ചിറകൾ കൊണ്ടടിക്കും. ഫഹാദാ ഫീഹി ഇസ്ബാത്തുൽ അജ്നിഹ ലിൽ മലായിക. മലക്കുകൾക്ക് ചിറകുകളുണ്ട് എന്ന് ഈ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടു.
ഇസ്ബാത്തുൽ അജ്നിഹ ലിൽ മലായിക وهي ثابتة بالقرآن كما في قوله تعالى رسلا أولي أجنحة. അവർ ചിറകുകളുള്ള ദൂതന്മാരാണ്, ചിറകുകളുള്ള അള്ളാഹുവിന്റെ റസൂലുമാരാണ് മലക്കുകൾ. മലക്കുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഉന്നതമായിട്ടുള്ള സൃഷ്ടികളാണ്. അതിന്റെ ആ സൃഷ്ടിയുടെ വലിപ്പം അല്ലെങ്കിൽ അതിന്റെ ഔന്നിത്യം എത്രയാണെന്ന് അള്ളാഹു തആലക്ക് മാത്രമേ അറിയുകയുള്ളൂ. പക്ഷെ അങ്ങനെയുള്ള ഔന്നിത്യമൊക്കെ ഉണ്ടായിരിക്കെ തന്നെ, സൃഷ്ടികളിൽ വലിയ സൃഷ്ടിയായിരിക്കെ തന്നെ അവർ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണ്. അള്ളാഹുവിന്റെ സംസാരം, കലാം കേട്ടുകഴിഞ്ഞാൽ അവർ അള്ളാഹുവിനോട് വിനയം കൊണ്ട് കീഴൊതുങ്ങിക്കൊണ്ട് അവരെ ചിറകൾ കൊണ്ടടിക്കുന്നതാണ്. ഇപ്പൊ മലക്കുകൾക്ക് ചിറകളുണ്ട് എന്ന് ഈ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടു. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ആയത്ത് റുസുലൻ ഉലി അജ്നിഹ. കഅന്നഹു സിൽസിലത്തുൻ അലാ സഫ്വാൻ യൻഫുദുഹും ദാലിക്. حتى إذا فزع عن قلوبهم قالوا ماذا قال ربكم قالوا الحق وهو العلي الكبير. فالله سبحانه وتعالى العلي ആണ്, അതുപോലെ തന്നെ അൽ കബീർ ആണ്. അൽ അലി സുബ്ഹാനഹു വതആല ഉലൂവുൽ ഖദർ വഉലൂവുൽ ദാത്ത് വഉലൂവുൽ ഖഹർ. അല്ലാഹു തആല ദാത്ത് കൊണ്ട് ഉലൂവിലാണ്, അല്ലാഹുവിന്റെ ഖദർ കൊണ്ടും ഉലൂവിലാണ്, ഖഹർ കൊണ്ടും ഉലൂവിലാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഉലു എന്ന് പറയുന്ന സിഫത്ത് ഉലു ദാത്തിൻ ഫഹുവ അലസ് സമാവാത്ത് വഅലൽ അർശ്. അല്ലാഹു സുബ്ഹാനഹു വതആല ആകാശങ്ങൾക്ക് മുകളിലാണ്, അർശിന് മുകളിലാണ്. അതേപോലെ തന്നെ വഉലുൽ ഖഹർ വഹുവൽ ഖാഹിറു ഫൗക ഇബാദിഹി. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല ഖദർ കൊണ്ടും ഉലുവിലാണ്. അതേപോലെ തന്നെ അൽ കബീർ, അൽ കബീർ ഹുവ അക്ബറു മിൻ കുല്ലി ഷൈ. എല്ലാത്തിനേക്കാളും വലിയവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. അക്ബർ മിനൽ മലായിക വ അക്ബർ മിൻ കുല്ലി ഷൈ. അതാണ് അൽ കബീർ. അൽ കബീർ അല്ലദി ഹുവ അക്ബറു മിൻ കുല്ലി ഷൈ. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അസ്മാഉൽ ഹുസ്ന, അല്ലാഹു തആലയുടെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ടതാണ് അൽ അലി, അതുപോലെ തന്നെ അൽ കബീർ. ഇപ്പൊ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല തന്റെ അസ്മാഉൽ ഹുസ്നയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞതിന് മുമ്പുള്ള ആയത്തുമായിക്കൊണ്ട് അതിന് ബന്ധമുണ്ടായിരിക്കും. ഇവിടെ ഈ ആയത്തിൽ അൽ അലി അൽ കബീർ എന്നാണ് അസ്മാഉൽ ഹുസ്നയെ കൊണ്ട് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് ഈ ആയത്തുമായിക്കൊണ്ട് എന്താണ് ബന്ധം, മുമ്പ് പറഞ്ഞ കാര്യവുമായിക്കൊണ്ട് എന്താണ് ബന്ധം? അതായത് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിൽ ആരെക്കുറിച്ചാണ് പ്രതിപാദിച്ചിട്ടുള്ളത്? മലക്കുകളെ കുറിച്ചാണ്. മലക്കുകൾ എന്ന് പറഞ്ഞാൽ എവിടെ താമസിക്കുന്നവരാണ്? അഹ്ലുസ് സമാവാത്താണ്. ആകാശങ്ങളിൽ താമസിക്കുന്ന ജീവിക്കുന്നവരാണ് മലക്കുകൾ. അപ്പൊ ആ മലക്കുകളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അല്ലാഹു തആല പറഞ്ഞു വഹുവൽ അലിയുൽ കബീർ. അല്ലാഹു തആല അലിയാണ്, കബീർ എന്ന് പറയാനുള്ള കാരണം വല്ലാഹു അഅലാ മിൻഹും, അവരെക്കാളും ഉന്നതിയിലാണ്, ഉപരിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. മലക്കുകളെക്കാളും ഉന്നതിയിലാണ്, മലക്കുകളെക്കാൾ ഉപരിയിലാണ്. അതേപോലെ തന്നെ അൽ കബീർ ഹും ഖൽഖുഹും കബീർ വല്ലാഹു അക്ബറു മിൻഹും. അപ്പൊ ഈ വലിയ ഉന്നതമായ അള്ളാഹുവിന്റെ ഈ സൃഷ്ടികൾ, മലക്കുകൾ എന്ന് പറയുന്ന സൃഷ്ടികളെക്കാളും വലിയവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. അപ്പൊ അതാണ് അൽ അലിയുൽ കബീർ എന്ന് പറയുന്ന അസ്മാഉൽ ഹുസ്നക്ക് അതിനു മുമ്പ് പറഞ്ഞ കാര്യവുമായിട്ടുള്ള മുനാസബ, അതിനോടുള്ള യോജിപ്പ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ അസ്മാഉൽ ഹുസ്നയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ തൊട്ടു മുമ്പ് പറയപ്പെട്ട കാര്യത്തിനോട് അതിന് ബന്ധമുണ്ടായിരിക്കും. ഉദാഹരണത്തിന് ഇദാ ഖാല അല്ലാഹു ഫീ ആയ വഹുവ അസ്സമീഉൽ അലീം, ഒരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു വഹുവ അസ്സമീഉൽ അലീം. അസ്സമീ എന്ന് പറഞ്ഞാൽ എന്താണ്? കേൾക്കുന്നവൻ. അതേപോലെ തന്നെ അൽ അലീം, അറിയുന്നവൻ. അതുകൊണ്ട് ഉദ്ദേശം എന്താണ്? അന്നല്ലാഹു സുബ്ഹാനഹു വതആല സമീഉൻ ബി അഖ്വാലിക്കും, നിങ്ങളുടെ സംസാരം അത് കേൾക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. വ അലീമുൻ ബി അഹ്വാലിക്കും, നിങ്ങളുടെ അവസ്ഥകൾ, ഹാലുകൾ അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. فقال الله عز وجل قد سمع الله قول التي تجادلك في زوجها وتشتكي الى الله. അല്ലാഹുവിന്റെ കാര്യത്തിൽ തർക്കിച്ച ആ സ്ത്രീയുടെ സംസാരം അല്ലാഹു തആല തീർച്ചയായും കേട്ടിരിക്കുന്നു
എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹ, തന്റെ ഭർത്താവിന്റെ കാര്യത്തിൽ നിന്നോട് തർക്കിച്ച ആ സ്ത്രീയുടെ സംസാരം തീർച്ചയായും അല്ലാഹു തആല കേട്ടിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു തആല അതിന് ശേഷം പറഞ്ഞു വല്ലാഹു യസ്മഉ തഹാവുറകുമ, നിങ്ങൾ രണ്ടുപേരുടെ സംഭാഷണം അല്ലാഹു കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നല്ലാഹ സമീഉൻ ബസീർ, തീർച്ചയായും അല്ലാഹു തആല എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്. അപ്പൊ സമീഉൻ ബസീർ, അസ്മാഉൽ ഹുസ്ന സമീഅ, അതുപോലെ തന്നെ ബസീർ. അപ്പൊ എന്തുകൊണ്ടാണ് അവിടെ അല്ലാഹു തആല ആ ഒരു അസ്മാഉൽ ഹുസ്ന അവിടെ പ്രയോഗിച്ചത്? ലിയദുൽ അലാ അന്ന അല്ലാഹ യസ്മഉ വഹുവ അഖ്റബ് ഇലൈഹാ മിന്നാ വഹുവൽ ബസീർ ബിഹാലിഹാ ഹകദ. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവളുടെ അടുത്തേക്ക് നിങ്ങളെക്കാളും അടുത്തവനാണ്. അപ്പൊ നിങ്ങൾ പരസ്പരം സംഭാഷണം നടത്തുമ്പോൾ, ഭാര്യയും ഭർത്താവും സംഭാഷണം നടത്തുമ്പോൾ ആ സംഭാഷണം ഭർത്താവ് കേൾക്കുന്നു. പക്ഷെ ആ ഭർത്താവിനേക്കാളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവളിലേക്ക് അടുത്തവനാണ്. അത് ഏറ്റവും നന്നായി എല്ലാം കേൾക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുപോലെ തന്നെ ബസീറുമാണ്, എല്ലാം കാണുന്നവനുമാണ്. അപ്പൊ അതാണ് അസ്മാഉൽ ഹുസ്നയുടെ ആ കാര്യത്തിൽ വന്നിട്ടുള്ള മുനാസബ. അപ്പൊ അങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഖുർആനിൽ നമുക്ക് ധാരാളം കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ ആയത്തിന്റെ അവസാനത്തിൽ ഇതുപോലെയുള്ള അസ്മാഉൽ ഹുസ്ന കൊണ്ടുവന്നാൽ അതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യവുമായി കൊണ്ട് അതിന് യോജിപ്പുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ടുള്ള ഫായിദ എന്താണ്? അതുകൊണ്ടുള്ള ഫായിദ അതിനെ സംബന്ധിച്ച് ഒരു മനുഷ്യൻ ഉറ്റാലോചിക്കും. യതദബ്ബറുൽ ഇൻസാൻ, അതുകൊണ്ട് തന്നെ ഫഹിയ തസീദുൽ ഈമാൻ, ഈമാൻ വർദ്ധിക്കും. വത്തൗഹീദ് വൽ മഹബ്ബ ലില്ലാഹി ഫീ ഖൽബിൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ ഹൃദയത്തിൽ അല്ലാഹുവിനോടുള്ള മഹബ്ബത്ത് വർദ്ധിക്കും, തൗഹീദ് വർദ്ധിക്കും, ഈമാൻ വർദ്ധിക്കും. ഇപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ അലി അൽ കബീർ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല അവന്റെ സൃഷ്ടികളായ മലക്കുകളെക്കാളും ഉന്നതിയിലാണ്, ഉപരിയിലാണ്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെക്കാളും അക്ബറാണ്, വലിയവനാണ്. വഹുവൽ അലിയുൽ കബീർ. طيب فيسمعها مسترق السمع. അപ്പോൾ ഈ സംസാരം കട്ട് കേൾക്കുന്ന ശൈത്താനുകൾ അത് കേൾക്കുന്നതാണ്. മലക്കുകൾ പരസ്പരം സംസാരിക്കുന്നത് കട്ട് കേൾക്കും. അപ്പൊ ചില ശൈത്താനുകൾ അത് കേൾക്കുകയും അങ്ങനെ മറ്റു ശൈത്താനുകൾക്ക് തന്റെ താഴെയുള്ള ശൈത്താൻ അത് കൈമാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല വഹിയായി നൽകിയിട്ടുള്ള മലക്കുകൾക്ക് നൽകിയിട്ടുള്ളത്, മലക്കുകൾ സംസാരത്തിൽ നിന്ന് ശൈത്താൻ കട്ട് കേൾക്കും. ഇല്ലാ മൻ ഇസ്തറഖ അസ്-സമഅ ഫഅത്ബഅഹു ശിഹാബുൻ മുബീൻ. ഇല്ലാ മൻ ഇസ്തറഖ അസ്-സമഅ ഫഅത്ബഅഹു ശിഹാബുൻ മുബീൻ. അങ്ങനെ കട്ട് കേൾക്കുന്ന ശൈത്താനുകൾ, ആ ശൈത്താനുകളെ എന്ത് ചെയ്യും? ഷിഹാബ് മുബീൻ, വ്യക്തമായിട്ട് ആ നക്ഷത്രം അവർ പിന്തുടരും, നക്ഷത്രം കൊണ്ട് അവർ എറിയപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നക്ഷത്രങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് രണ്ട് ഫായിദകളാണ് നക്ഷത്രങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. എന്താണ് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള ഫായിദ? ഒന്ന്, എന്താണ് ആയത്ത്? ഒന്ന്, ആകാശങ്ങൾ അലങ്കരിക്കാൻ. വലഖദ് സയ്യന്ന അസ്-സമാഅ അദ്-ദുനിയ ബിമസാബീഹ. പിന്നെ വജഅൽനാഹ റുജൂമൻ ലിശയാത്തീൻ, ശൈത്താനുകൾ എറിയാൻ വേണ്ടി. പിന്നൊന്ന്, മറ്റൊരായത്ത് നമുക്ക് കാണാം, ദിശ അറിയുന്നതിന് വേണ്ടി, കപ്പലിലും മറ്റും സഞ്ചരിക്കുന്നവർക്ക് ദിശ അറിയുന്നതിന് വേണ്ടി. അപ്പൊ അതിൻ്റെ ഒരു ഫായിദയിൽപ്പെട്ടതാണ് എന്ത്? ശൈത്താനുകൾ എറിയുക എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ കട്ട് കേൾക്കുന്ന ശൈത്താനുകളെ ഈ നക്ഷത്രം കൊണ്ട് എറിയും. അങ്ങനെ തങ്ങളുടെ താഴെയുള്ള ശൈത്താനുകൾക്ക് അത് കൈമാറി അവസാനം സാഹിറിന്റെ നാവിലേക്ക് അത് കൈമാറപ്പെടും, അല്ലെങ്കിൽ ഒരു കാഹിനിന്റെ അടുത്തേക്ക് അത് കൈമാറും. അങ്ങനെ ആ ശൈത്താനുകൾ ഷിഹാബ് കൊണ്ട് എറിയപ്പെടും, നക്ഷത്രങ്ങളെ കൊണ്ട് എറിയപ്പെടും. അങ്ങനെ അത് അവിടെ വെച്ച് മുറിയപ്പെടും. ആ സംസാരം ഈ സാഹിറിന്റെ അടുത്തേക്ക് എത്തിനു മുമ്പായിക്കൊണ്ട്
ഇനി ചിലത് സാഹിറിന്റെ അടുത്തേക്ക് എത്തിയതിനു ശേഷമായിരിക്കും നക്ഷത്രം അതിന്റെ എറിയപ്പെടുന്നത്. അപ്പൊ അങ്ങനെ സാഹിറിന്റെ അടുക്കൽ ആ വഹിയിൽ നിന്നുള്ള കാര്യം എത്തുകയും ആ ഹക്കായിട്ടുള്ള കാര്യത്തിന് കൂടെ സാഹിർ 100 കളവുകൾ കൂട്ടിച്ചേർത്ത് അത് പറയുകയും ചെയ്യും. അപ്പൊ ജനങ്ങൾ പറയും, ആ സാഹിർ പറഞ്ഞ കാര്യം ഇന്ന ഒരു ദിവസം ഇന്ന സംഭവം നടക്കുമെന്ന് പറഞ്ഞത് നടന്നില്ല, അല്ലെങ്കിൽ അത് ശരിയല്ലേ എന്ന് ആളുകൾ വിശ്വസിക്കും. അതേപോലെ തന്നെ ഈ ഭാവി പ്രവചിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം വസ്സാഹിർ വൽ കാഹിൻ ലാ യസ്തഅമലുൽ ജിൻ ഇല്ലാ വഖദ് സജദ ലഹും. അപ്പൊ ഈ സാഹിറോ അല്ലെങ്കിൽ കാഹിനോ, സാഹിറോ അല്ലെങ്കിൽ ഈ ഭാവി പ്രവചിക്കുന്ന ആളോ ഈ ജിന്നുകളെ അല്ലെങ്കിൽ ശൈത്താനുകളെ ഉപയോഗപ്പെടുത്തുന്നില്ല എങ്ങനെയല്ലാതെ, ആ ജിന്നുകൾക്ക് സുജൂദ് ചെയ്തിട്ടല്ലാതെ, ആ ജിന്നുകൾക്ക് സുജൂദ് ചെയ്തിട്ടല്ലാതെ, ആ ജിന്നുകളെ ഇബാദത്ത് ചെയ്തിട്ടല്ലാതെ ആ ജിന്നുകളെ ഉപയോഗപ്പെടുത്തുന്നില്ല ഒരു സാഹിറും ഒരു കാഹിനും. അങ്ങനെ ജിന്നുകൾക്ക് സുജൂദ് ചെയ്യും. അതേപോലെ തന്നെ മുസ്ഹഫ് അത് വളരെ മോശമായി കൊണ്ട് കൈകാര്യം ചെയ്യും. അതിന്റെ മേലെ നടക്കുക, അതുപോലെ അത് മാലിന്യത്തിലേക്ക് വലിച്ചെറിയുക, അങ്ങനെയുള്ള മോശമായ പ്രവൃത്തികൾ ചെയ്യും. അള്ളാഹു എല്ലാത്തിനും ഇബാദത്ത് ചെയ്യും. അതേപോലെ തന്നെ ജിന്നുകൾക്ക് വേണ്ടി അറവ് നടത്തും. അങ്ങനെയുള്ള ശൈത്താനുകൾക്ക് പല ഹിദ്മത്തുകൾ ചെയ്യും. കുഫറായിട്ടുള്ള ശിർക്കായിട്ടുള്ള പല കാര്യങ്ങളും ശൈത്താനിന് വേണ്ടി ചെയ്ത് അതിനുശേഷമാണ് അവർക്ക് ശൈത്താനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുക, ജിന്നുകളെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുക. അപ്പൊ അങ്ങനെ ശൈത്താൻ അവർക്ക് വേണ്ടി ഈ സഹായം ചെയ്യും. ഇതേപോലെയുള്ള മലക്കുകൾ സംസാരിക്കുന്നത് കട്ടുകേട്ട് സാഹിറിലേക്ക് അത് എത്തിക്കും. അപ്പൊ അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ ഉദ്ദേശിച്ചിട്ടുള്ളത് അവന്റെ ഇൽമിൽ നിന്ന് അത് മാത്രമേ അവർക്ക് കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു തആല അതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഫിത്ന ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കും, പരീക്ഷണമായിക്കൊണ്ട് ജനങ്ങൾക്ക് അത് സംഭവിക്കും. ഖാല വഹാദ ദലീലുൻ അലാ അക്സറ അന്നാസ് ലാ യഅഖിലൂൻ. ഇങ്ങനെ സാഹിറന്മാർ പറയുന്നത് അധികം ആളുകൾ എന്ത് ചെയ്യും, വിശ്വസിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഉലമാക്കൾ പറയുന്നത് കാണാം, ജനങ്ങളിൽ അധികം ആളുകളും ചിന്തിക്കുന്നവരല്ല, ബുദ്ധിയുള്ളവരല്ല എന്നൊരു തെളിവാണത്. വഹാദ റജുൽ അസ്സാഹിർ അവുൽ കാഹിൻ യസ്തുഖു ഫീ കലിമത്തിൻ വാഹിദ മിൻ ഇൽമിൽ ഗൈബ് വലൈസ ആലിമൻ ബിൽ ഗൈബ്. ഈ ഒരു ഭാവി പറയുന്ന ആളെങ്കിൽ സാഹിർ ഇൽമുൽ ഗൈബിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം മാത്രമായിരിക്കും പറയുന്നത്. നേരെ മറിച്ച് ആ സാഹിറോ അല്ലെങ്കിൽ കാഹിനോ എന്തല്ല, ആലിമുൽ ഗൈബ് അല്ല, ഗൈബിയായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നൊരു ആലിമൊന്നുമല്ല. നേരെ മറിച്ച് ഇൽമുൽ ഗൈബിൽപ്പെട്ട ഒരു കാര്യം ഇങ്ങനെ ശൈത്താൻ വഴി എത്തുന്നത് അവർ സംസാരിക്കും. അതിന്റെ കൂടെ 100 കളവുകളും കൂട്ടിച്ചേർക്കും. അപ്പൊ ആ ഒരു സത്യമായിട്ടുള്ള ഒരു കലിമ, ആ ഒരു സംസാരത്തിന്റെ പേരിൽ ജനങ്ങൾ സാഹിറിനെ സത്യപ്പെടുത്തും, സാഹിർ പറഞ്ഞത് ശരിയാണ്. ഇപ്പൊ ചില ഉലമാക്കൾ പറഞ്ഞതായി കാണാം, ഖാല ബഅ്ദു അഹ്ലിൽ ഇൽം ബിഖിലാഫി അഹ്ലിൽ ഇൽം. ഉലമാക്കളുടെ കാര്യത്തിന് വിപരീതമായിക്കൊണ്ട്, സാഹിറന്മാരുടെ കാര്യം എങ്ങനെയാണ്, ഉലമാക്കളുടെ കാര്യത്തിന് വിപരീതമായിക്കൊണ്ടാണ് ജനങ്ങൾ എടുക്കുക. അതായത് ഉലമാക്കളെ സംബന്ധിച്ച് ഫലൗ അന്നഹും അഖ്തൗ ഖതഅൻ വാഹിദ, ഉലമാക്കൾക്ക് ഏതെങ്കിലും ഒരു മസലയിൽ ഒരു തെറ്റ് മാത്രം സംഭവിച്ചു, വഅസാബു ഫീ മിയത്തി മസല, 100 മസലയിൽ അവരുടെ അഭിപ്രായം ശരിയായി, എന്നാൽ ഒരു മസലയിൽ ഒരു ആലിമിന് ഒരു മസലയിൽ തെറ്റുപറ്റി. അങ്ങനെയാണെങ്കിൽ ജനങ്ങൾ എന്താണ് ചെയ്യുക, ലാ ഖദന്നാസ് ബിൽ ഖത വ തറക്കു സവാബ്, ആ തെറ്റിയ അഭിപ്രായം സ്വീകരിക്കുകയും ശരിയായ അഭിപ്രായത്തെ ജനങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യും. ഉദാഹരണത്തിന് വന്നൽ ആലിമു തൗഹീദ്, തൗഹീദിന്റെ ഒരു ആലിമാണ് അല്ലെങ്കിൽ സുന്നത്തിന്റെ ഒരു ആലിമാണ്. ആ ആലിമിന് ചില മസലകളിൽ എന്തെങ്കിലും ഇജ്തിഹാദോ അല്ലെങ്കിൽ മറ്റോ നടത്തുകയും, അങ്ങനെ 100 മസലകൾ ഉണ്ടെങ്കിൽ ഒരു മസലയിൽ അദ്ദേഹത്തിന് ആ അഭിപ്രായത്തിൽ തെറ്റുപറ്റുകയും ബാക്കിയുള്ള മസലകളെല്ലാം ശരിയാകുകയും ചെയ്താൽ ജനങ്ങൾ ഏതാണ് സ്വീകരിക്കുക? ജനങ്ങൾ അധികവും സ്വീകരിക്കുന്നത് അദ്ദേഹത്തിന് സംഭവിച്ച തെറ്റുപറ്റിയ മസലയാണ്, തെറ്റുപറ്റിയ ആ വിഷയമായിരിക്കും, ആ അഭിപ്രായമായിരിക്കും അവർ സ്വീകരിക്കുക. എന്നിട്ട് അത് എന്ത് ചെയ്യും, ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കും. എന്തിനു വേണ്ടി? ഹക്കിൽ നിന്ന് ജനങ്ങളെ തടയുന്നതിന് വേണ്ടി.
നേരെ മറിച്ച് ഒരു സാഹിറിനാണെങ്കിലോ, സാഹിറിന് 100 കാര്യങ്ങൾ പറഞ്ഞാൽ ഒന്ന് മാത്രം ശരിയാകും, 99 തെറ്റായിരിക്കും. പക്ഷെ ജനങ്ങൾ എന്ത് സ്വീകരിക്കും? അതിലെ ഹക്കായിട്ടുള്ള ശരിയായിട്ടുള്ള കാര്യം സ്വീകരിക്കുകയും ജനങ്ങൾക്കിടെ പ്രചരിപ്പിക്കുകയും അങ്ങനെ സാഹിറിനെ അവർ വിശ്വസിക്കുകയും ചെയ്യും. ഉലമാക്കൾ പറഞ്ഞത് കാണാം, സാഹിറിന്റെ കാര്യത്തിലും അതുപോലെ ഉലമാക്കളുടെ കാര്യത്തിലും ജനങ്ങളുടെ അവസ്ഥ. قال رحمه الله وعن نواس بن سمعان رضي الله عنه قال قال رسول الله صلى الله عليه وسلم إذا أراد الله تعالى أن يوحي بالأمر تكلم بالوحي أخذت السماوات منه رجفة. നവാസ് ഇബ്നു സമആൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അറാദല്ലാഹു തആല അൻ യൂഹിയ ബിൽ അംർ, ഏതെങ്കിലും ഒരു കൽപ്പന കൊണ്ട് ഏതെങ്കിലും കാര്യം വഹിയായി കൊണ്ട് നൽകാൻ അല്ലാഹു തആല ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, അഖദത്തിസ് സമാവാത് മിൻഹു റജ്ഫത്തുൻ ഔ ഖാല റിഅദത്തുൻ ഷദീദ ഖൗഫൻ മിൻ അല്ലാഹ്, ആകാശത്തിലുള്ളവർ അതായത് അഹ്ലുസ് സമാവാത്ത് അവര് ഭയം കൊണ്ട് വറക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറ്റിയുള്ള ഭയം കൊണ്ട് അവർ വറക്കും. ഫൈദാ സമിഅ ദാലിക അഹ്ലുസ് സമാവാത്ത്, ഇനി ആകാശത്തിലുള്ള മലക്കുകൾ അത് കേട്ട് കഴിഞ്ഞാൽ, സഈഖു വഖറു സുജ്ജദ, അവർ അല്ലാഹു തആലക്ക് സുജൂദിലായിക്കൊണ്ട് അല്ലാഹു തആലക്ക് വേണ്ടി സുജൂദിലായിക്കൊണ്ട് വീഴും. ഫയകൂനു അവ്വൽ മൻ യർഫഉ റഅസഹു ജിബ്രീൽ, ഇനി ആ മലക്കുകളിൽ ഏറ്റവും ആദ്യം അങ്ങനെ വീണ് കഴിഞ്ഞതിന് ശേഷം മലക്കുകളിൽ ആദ്യം തല പൊക്കുന്നത്, തല ഉയർത്തുന്ന ജിബ്രീലായിരിക്കും. ഫയുകല്ലിമുഹുമുല്ലാഹു മിൻ വഹിയിഹി ബിമാ അറാദ് സുമ്മ യമറു ജിബ്രീൽ അലൽ മലായിക, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വഹിയിൽ നിന്ന് ഉദ്ദേശിച്ചത് ജിബ്രീലിന് വഹിയായി കൊണ്ട് നൽകും. സുമ്മ യമറു ജിബ്രീൽ അലൽ മലായിക, പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം മലക്കുകളുടെ സമീപം കടന്നു പോകും. അതായത് ഒരാകാശത്തിൽ നിന്ന് മറ്റൊരാകാശത്തേക്ക് അങ്ങനെ ആകാശങ്ങൾ മാറി മാറിക്കൊണ്ട് കടന്നു പോകും. കുല്ലമ മർറ ബിസമാഇൻ സഅലഹു മലായികതുഹ, അങ്ങനെ ഓരോ ആകാശങ്ങൾ കടന്നു പോകുമ്പോഴും മലക്കുകൾ ജിബ്രീലിനോട് ചോദിക്കും, മാദാ ഖാല റബ്ബുനാ യാ ജിബ്രീൽ, എന്താണ് നമ്മുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നത് ജിബ്രീൽ എന്ന് അവർ ചോദിക്കും. ഫയഖൂലു ജിബ്രീൽ, ജിബ്രീൽ പറയും, ഖാലൽ ഹഖ് വഹുവൽ അലിയുൽ കബീർ, നമ്മുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നത് ഹഖാണ്, വഹുവ അൽ അലിയുൽ കബീർ. ഫയഖൂലൂന കുല്ലുഹും മിസ്ല മാ ഖാല ജിബ്രീൽ, അപ്പോൾ എല്ലാ മലക്കുകളും ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞതുപോലെ പറയും. ഫയൻതഹി ജിബ്രീലു ബിൽ വഹി ഇലാ ഹൈസു അമറഹുല്ലാഹ്, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെയാണോ കൽപ്പിച്ചിട്ടുള്ളത് അവിടെ ജിബ്രീൽ അലൈഹിസ്സലാം എത്തുന്നത് വരെയും ഇത് നടന്നുകൊണ്ടിരിക്കും. വഹാദൽ ഹദീസ് ളഈഫ് ഫീഹി الوليد بن مسلم شديد التدليس وقد دلس كذلك نعيم بن حماد كثير الأخطاء. ഹദീസ് ളഈഫാണ്. പക്ഷേ ഈ ബാബിൽ നമുക്ക് ഈ ഒരു ആയത്തും ഈ ഒരു ഹദീസുമാണ് മതിയായിട്ടുള്ളത്. അപ്പൊ ഈ ബാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും വലിയ സൃഷ്ടികളായിട്ടുള്ള അല്ലാഹുവിന്റെ മലക്കുകൾ, അവരുടെ ആ വലിപ്പം കൊണ്ട്, സൃഷ്ടിയുടെ ഔന്നിത്യം കൊണ്ടും അവർ അല്ലാഹുവിന്റെ അടുക്കൽ അതേപോലെ തന്നെ ആകാശത്തിലാണ്, ഉന്നതിയിലാണ്, ഉപരിയിലാണ്. എന്നിരിക്കെ തന്നെ അവർ അല്ലാഹു തആലയെ ഭയപ്പെടുന്നവരാണ്, അല്ലാഹുവിന്റെ അദാബിനെ ഭയപ്പെടുന്നവരാണ് മലക്കുകൾ. അപ്പൊ അങ്ങനെയുള്ള മലക്കുകൾ അല്ലാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടാൻ അർഹരല്ല. ആ മലക്കുകൾ തന്നെ അല്ലാഹുവിലേക്കാണ് അഭയം തേടുന്നത്. ഇതാണ് ഈ ബാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇലാഹുന സുബ്ഹാനക വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅത്തൂബു ഇലൈക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഖൗലുല്ലാഹി തആല ഹത്താ ഇദാ ഫുസ്സിഅ അൻ ഖുലൂബിഹിം ഖാലൂ മാദാ ഖാല റബ്ബുക്കും ഖാലുൽ ഹഖ് വഹുവൽ അലിയുൽ കബീർ. ആയത്തുമായി ബന്ധപ്പെട്ട ചില ഫായിദകൾ നമ്മൾ പറഞ്ഞിരുന്നു. 6 ഫവായിദകൾ നമ്മൾ പറഞ്ഞു. ഒരു ഫായിദ പറയും, അന്നൽ മലായിക യഖാഫൂനല്ലാഹ്, മലക്കുകൾ അല്ലാഹു തആലയെ